നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് അത്ര നല്ല ദിവസങ്ങളല്ല ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസിലൻഡുമായുള്ള ടെസ്റ്റ് പരമ്പരയിൽ തൂത്തുവാരപ്പെട്ടതിനു ശേഷം ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിലും ഇന്ത്യ പിന്നിട്ട് നിൽക്കുകയാണ്. 2015 ശേഷം ആദ്യമായി ട്രോഫി കൈവിടേണ്ടി വരുമോ എന്ന വലിയ ആശങ്കയിലാണ് ഇപ്പോൾ ടീമുള്ളത്. ഇതിനിടെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിലും കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോച്ച് ഗൗതം ഗംഭീറുമായി താരങ്ങൾക്ക് തർക്കമുള്ളതായും മോശം പ്രകടനത്തിന് അദ്ദേഹം പൊട്ടിത്തെറിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യൻ താരങ്ങൾക്ക് സ്വതസിദ്ധമായ ശൈലിയിൽ കളിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഗൗതം ഗംഭീർ നൽകിയിരുന്നു. പക്ഷെ കോച്ചിന്റെ പ്രതീക്ഷ കാക്കുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ താരങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രധാന പ്രശ്നം. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ബംഗ്ലാദേശുമായുള്ള ടെസ്റ്റ് പരമ്പര മുതൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ ഇന്ത്യൻ താരങ്ങളുടെ ബാറ്റിംഗ് പ്രകടനത്തിൽ അദ്ദേഹത്തിന് നിരാശയും രോഷവുമുണ്ട്. കളിക്കാരുമായി ഗംഭീർ ഇപ്പോൾ അത്ര നല്ല രസത്തിലല്ല എന്നാണ് പുറത്തുവരുന്ന വിവരം. ഓസ്ട്രേലിയയുമായി മെൽബണിൽ നടന്ന അവസാന ടെസ്റ്റിൽ 3-ന് 121 റൺസിൽ നിന്നും ഇന്ത്യ 155 റൺസിലേക്ക് കൂപ്പുകുത്തി ഓൾ ഔട്ട് ആവുകയായിരുന്നു. ശേഷം താരങ്ങളെ ഗംഭീർ രൂക്ഷമായി ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് ശകാരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. തനിക്ക് മതിയായി എന്ന് അവരോട് തുറന്നു പറഞ്ഞ ഗംഭീർ കളിക്കാരെ ശരിക്കും കുടഞ്ഞതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. നേരത്തെ തയ്യാറാക്കിയുള്ള പ്ലാനുകൾ അനുസരിച്ച് കളിക്കണമെന്ന് താരങ്ങളോട് ആവശ്യപ്പെട്ട ഗംഭീർ ഇതിന് തയ്യാറായില്ലെങ്കിൽ പുറത്താക്കുമെന്ന ഭീഷണിയും നൽകിയതായാണ് ടീമിന്റെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിച്ച സൂചന. ബോർഡർ ഗവസ്കർ ട്രോഫി ടെസ്റ്റ് പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ വെറ്ററൻ താരവും ഏറെ അനുഭവ സമ്പത്തുമുള്ള ചേതേശ്വർ പൂജാരിയെ ഉൾപ്പെടുത്തണമെന്ന് ഗൗതം ഗംഭീർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതായും പക്ഷെ സെലക്ടർമാർ ഇത് തള്ളിക്കളഞ്ഞതായുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. റെഡ് ബോൾ ക്രിക്കറ്റിൽ ദീർഘകാലം ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായിരുന്ന താരമാണ് പൂജാര. ഓസ്ട്രേലിയയിൽ പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ അദ്ദേഹം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. തോൽവിയുടെ വക്കിൽ നിന്ന് പോലും പൂജാരയുടെ ഒറ്റയാൾ പോരാട്ടങ്ങൾ ടീമിന് സമനിലകളും സമ്മാനിച്ചിരുന്നു. ഇപ്പോൾ പൂജാരെ പോലെ ഒരാളുടെ അഭാവം ഇന്ത്യൻ ടീമിൽ മുഴച്ചു നിൽക്കുകയാണ്. പ്രതിരോധിച്ചു നിൽക്കാൻ ഒരു താരം പോലും ഇല്ലാത്ത അവസ്ഥ, ബാറ്റിംഗ് നിര അൻപെ പരാജയപ്പെടുന്ന അവസ്ഥ. അവിടെയാണ് പൂജാരയുടെ മേന്മകൾ ഇപ്പോൾ വീണ്ടും സജീവമായി ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പര്യടനത്തിൽ പൂജാരയുടെ സാന്നിധ്യം ടീമിന് ഗുണം ചെയ്യുമെന്നും ഗംഭീർ കണക്ക് കൂട്ടിയിട്ടുണ്ട്. 2023 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലാണ് ഓസ്ട്രേലിയക്കെതിരെ പൂജാര അവസാനമായി കളിച്ചത്. ഈ മത്സരത്തിൽ ഇന്ത്യ തോറ്റതോടെ പുറത്താക്കപ്പെട്ട അദ്ദേഹത്തെ പിന്നീട് ഒരിക്കലും ടെസ്റ്റിലേക്ക് തിരികെ വിളിക്കാനും ഇന്ത്യ തയ്യാറായില്ല. ദേശീയ ടീമിൽ നിന്നും തഴയപ്പെട്ടപ്പോഴും ഇംഗ്ലീഷ് കൗണ്ടി ക്രിക്കറ്റിൽ കളിച്ച പൂജാര അവിടെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. 2021 കാലഘട്ടത്തിലെ ഇന്ത്യയുടെ കഴിഞ്ഞ ഓസീസ് പര്യടനത്തിൽ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള താരങ്ങളിൽ ഒരാൾ കൂടിയാണ് പൂജാര. 2018-19 കാലയളവിലെ പര്യടനത്തിൽ 74.42 എന്ന ഗംഭീര ശരാശരിയിൽ 521 റൺസും അദ്ദേഹം വാരിക്കൂട്ടിയിരുന്നു. ഇന്ത്യയുടെ മുൻ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡിനെ പോലെ ടീമിന്റെ സെലക്ഷൻ കാര്യങ്ങളിൽ അത്ര സജീവമായി ഇടപെടുന്നയാളല്ല ഗൗതം ഗംഭീർ എന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. തനിക്ക് ആരൊക്കെയാണ് ടീമിൽ ആവശ്യമുള്ളതെന്ന് സെലക്ടർമാരുമായി ചർച്ചകൾ നടത്തിയിരുന്ന കോച്ചാണ് ദ്രാവിഡ്. പക്ഷെ ഗംഭീർ ടീം സെലക്ഷനിൽ ഇത്രത്തോളം ഇടപെടലുകൾ നടത്താറില്ല. ഗംഭീറിന് കീഴിൽ 2 ടെസ്റ്റ് പരമ്പരകളിലാണ് ഇന്ത്യൻ ടീം കളിച്ചത്. ഇതിൽ ബംഗ്ലാദേശിനെ 2-0 തോൽപ്പിച്ചെങ്കിലും ന്യൂസിലൻഡിനോട് 3 മത്സരങ്ങളിൽ തോറ്റ് തുന്നം പാടുകയായിരുന്നു ടീം ഇന്ത്യ. ഇപ്പോൾ ഓസ്ട്രേലിയയുമായുള്ള 5 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 2-1 പിന്നിലാണ് ഇന്ത്യ. ഇപ്പോൾ ഇന്ത്യയുടെ WTC ഫൈനൽ സാധ്യതകളും ഏറെക്കുറെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അല്ലെങ്കിൽ അസ്തമിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പൂജാരെ പോലെ ഒരാളുടെ അഭാവം തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ ഉള്ളത്.